അപ്പൊ ഞാൻ ഷോർട്ടാക്കുന്നു. ഇതാണ്, ഇവിടെയാണ് സമസ്തയുള്ളത്. ഓത്തുള്ള, ബൈത്തുള്ള, സ്നേഹമുള്ള, അതാണ് അതിന്റെ ഒരു കൾട്ട് പരിച്ഛേദമാണ് സയ്യിദുൽ ഉലമ. തീർത്തു ഞാൻ അതിന്റെ ഒരു കൾട്ട് പരിച്ഛേദം. വെറുതെ തന്നെ പോയി സയ്യിദുൽ ഉലമ എന്ന് പറയുന്നതല്ല. അദ്ദേഹം സയ്യിദുൽ ഉലമയാണ് തീർച്ചയായും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരങ്ങളെയും പുഴകളെയും പക്ഷികളെയും മൃഗങ്ങളെയും ചേർത്ത് വെക്കണമെന്ന് പറയുന്ന ഒരു ദർശനത്തെ വികസിപ്പിക്കാൻ കഴിയുന്നത്. ആത്മീയതയാണ് പ്രധാനമെന്ന് പറയാൻ കഴിയുന്നത്. എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കണമെന്ന് ആർക്കും പറയാം. അതേസമയം അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഫിലോസഫി എന്താണെന്നുള്ളതാണ് പ്രധാനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം. പക്ഷെ അടുത്ത ഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് കമ്മ്യൂണിസം പറയുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾക്കും റിപ്പബ്ലിക്കനും വലതുപക്ഷത്തിനും പറയാം. പക്ഷെ അടുത്ത ചോദ്യം വരും, എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു തത്വം, ഒരു ദർശനം, ഒരു ഫിലോസഫി, ഒരു കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു വൈലോ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അത് മേൽജാതിക്കാരനതാണ് ലോകം. യൂബർമെൻസ്, അതിമാനുഷ്യന്റേതാണ് ലോകം. ഇതൊക്കെയാണ് അവിടെ കൺസെപ്റ്റ്. ഞാൻ ആരെയും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യില്ല. നമ്മളതിന്റെ ആളുമല്ല. പക്ഷെ അതാണ് അതിന്റെ വാസ്തവം. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയാം എല്ലാരെയും സ്നേഹിക്കണം. അടുത്തൊരു ചോദ്യം വരും, നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഒരു ഫിലോസഫി ഉണ്ടോ തങ്ങളെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫിലോസഫി ഉണ്ട്. എല്ലാരെയും ഒരേ മാലയിൽ കോർക്കുന്നൊരു ദർശനം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞിടത്തുള്ള വനഫ്സിൻ ഇദാ സവ്വാഹ എന്ന് സൂചിപ്പിച്ചിടത്തുള്ള നഫ്സാണ്, ആത്മാവാണ്, റൂഹാണ്. അതാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്ന എന്ന് പറയാൻ കഴിയും. ആ ദർശനമാണ് ഇന്നും എന്നും ഈ ഭൂമിയിൽ ആവശ്യം. അത് ബാക്കിയാകണം. അത് ഒരു നൂറ്റാണ്ട് തികക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ, ഇന്ത്യയുടെ, നാടിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിനുവേണ്ടിയാണ് നാം കുണിയയിലേക്ക് പോകുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാം അതിശയം എന്ന് പറഞ്ഞ പോലെ പേരുകൾ പോലും അതിശയം. പേരുകൾ പോലും. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ള പ്രമേയം എടുത്തപ്പോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. പ്രമേയം സപ്ലൈ ചെയ്യുന്നു. ഞാനൊക്കെ കൊടുത്ത പ്രമേയം 7ാം കടലിലേക്ക് വലിച്ചെറിഞ്ഞ് എനിക്ക് കുറച്ച് പ്രതിഷേധമൊക്കെ തോന്നി. എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ ഏൽപ്പിച്ചിട്ട് ഒരു വിഭാഗം, ഒരു ടീം കൂടിയ വാട്സാപ്പാണ് പ്രമേയങ്ങൾ സംഭാവന ചെയ്യാൻ. ഇപ്പൊ 5-6 പ്രമേയം ഞാനും സംഭാവന ചെയ്തു, പലരും സംഭാവന ചെയ്തതുപോലെ എല്ലാം ഇലയും കൂട്ടി വലിച്ചെറിഞ്ഞാണ്. ഒടുവിൽ ബഹുമാനപ്പെട്ട മുഷാവറ തന്നെയാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. നൂറ്റാണ്ടുകളിലൂടെ, ആ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന ആ ഒരു ഒഴുക്കിന് എത്രമേൽ പ്രസക്തം. അതല്ലായിരുന്നുവെങ്കിലും അഭംഗിയായനെ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുണിയ. ആദ്യം കേട്ടപ്പോ വലിയൊരു തിരക്കേടായിരുന്നു. അന്താരാഷ്ട്ര മഹാസമ്മേളനം, തിരക്കേടില്ല, ബാംഗ്ലൂരിനെങ്കിലും വന്നിരുന്നുവെങ്കിൽ. സ്ഥലത്തിന്റെ പേര് നോക്കുമ്പോ കുണിയ, ഇന്റർനാഷണൽ ഗ്രാൻഡ് കോൺഫറൻസ് അറ്റ് കുണിയ. ഒരു എതക്കടയിന് അലുവേ മത്തിക്കടി എന്നൊക്കെ പറയുന്ന ഒരു ബാറ് വന്നു. പക്ഷെ അതിന്റെ ആശയം ആ വാക്കിൽ വന്ന് നോക്കുമ്പോഴോ ഏതോ ഒരു സഹോദരൻ അത് പരിഹസിക്കുന്നതും കണ്ടു. കുനിയാൻ തന്നെയാണ് കുണിയയിൽ പോവേണ്ടത്. ആത്മീകാസ്തിത്വത്തിന്റെ അനിഷേധ്യമായ 100 കൊല്ലം മലയാള മുഖ്യധാര മുസ്ലിം സമൂഹത്തിന് സംഭാവന ചെയ്ത് സമ്മാനിച്ച ഔദാര്യം നൽകിയ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ജനലക്ഷങ്ങൾക്ക് കുനിയാനാണ് കുണിയ. എന്നിട്ട് പിന്നെ നിവരാനും ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാനും പടരാനും ആ കുണിയ എന്ന പേരിൽ പോലും ഒരു വലിയ തത്വത്തെ ഒളിപ്പിക്കുമാറ് സമസ്തക്ക് വലിയൊരു കാലനിയോഗം വന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അള്ളാഹു നമ്മളെ എന്നും അതിന്റെ കൂടെയാക്കുമാറാകട്ടെ. വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 9:30